ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യണം. എന്നാൽ നമുക്ക് എത്രയ്ക്ക് അങ്ങോട്ട് ക്യാഷ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാതിരിക്കാനും പറ്റത്തില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഡേർട്സ് ഒക്കെ മാറി നമ്മുടെ ഫേസിനെ ബ്രൈറ്റ്നപ്പ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് മിൽക്ക് ആണ് കേട്ടോ. റോ മിൽക്ക് ആണ്, കാച്ചിയ പാലൊന്നും അല്ല, റോ മിൽക്ക് ആണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ പച്ചപ്പാൽ എടുക്കുക. അതിൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ ഇല്ലേ നമ്മുടെ പഞ്ഞി, അതാണ് നമ്മൾ എടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ ആ മിൽക്കിലേക്ക് ഡിപ്പ് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ട് അതിങ്ങനെ അപ്ലൈ ചെയ്ത് വൈപ്പ് ചെയ്ത് ഇടുവാണ് നമ്മൾ ക്ലെൻസിങ്ങിൽ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ കോട്ടൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന കുഞ്ഞു ഡോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൺ യൂസ് ചെയ്തത്. പിന്നെ പാലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാലെടുത്തത് കേട്ടോ. നമ്മൾ അങ്ങനെ ഫേസിലും ഓൾസോ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. ഇത് ചെയ്യണേ. ഇപ്പൊ എന്റെ ഫേസിൽ ആ ഒരു അഴുക്കാണ് കാണുന്നത്. എത്രയാണെന്ന് പറഞ്ഞാൽ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ കാണും. എന്നിട്ട് നമ്മൾ അത് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ പാഡാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇപ്പൊ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് അതില്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്ലോത്തോ കാര്യങ്ങളോ, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പൊ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക. ഒരുപാട് തിക്കല്ല, ഒരുപാട് ലൂസ് അല്ലാതെ ഈ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ ഫേസ് ഫുള്ള് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. പതുക്കെ അപ്ലൈ ചെയ്യണം, ഒരുപാട് ഹാർഷായിട്ട് വലിച്ച് അപ്ലൈ ചെയ്യരുത്. പതുക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ്, നമ്മൾ പതുക്കെയാണ് അപ്ലൈ ചെയ്യണത്. ഇത് ഓൾസോ നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ജെന്റ്ലി വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കവിളിന്റെ ആ ഭാഗത്ത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇരിക്കാനുള്ള ചാൻസ് കൂടുതൽ ഈ ഒരു മൂക്കിന്റെ സൈഡിൽ, അതുപോലെ താടിയിൽ നെറ്റിയിലൊക്കെയാണ് കേട്ടോ. അവിടെ അപ്പം പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്പീഡിൽ സ്ക്രബ് ചെയ്യരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ കൈ നനച്ചു കൊടുത്തിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഇതുപോലെ പതുക്കെ വൈപ്പ് ചെയ്യണം. കാരണം സ്ക്രബിങ് ആകുമ്പോഴത്തേക്കും ഒരു തരിതരിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ പതുക്കെ നമ്മൾ വൈപ്പ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടും, ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ആവത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാൻ നല്ലതായിരിക്കും. അങ്ങനെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മസാജിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബീട്രൂട്ടിന്റെ ജ്യൂസും അതുപോലെ തൈരാണ് കേട്ടോ. തൈര് കുറച്ചും കൂടെ കട്ട തൈരുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അത് നമ്മൾ കട്ടയെല്ലാം മാറ്റിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഫേസിൽ ഓൾസോ നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫേഷ്യൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ മസാജിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ നല്ല രീതിക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പതുക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നെക്കിന്റെ അവിടെ നിന്ന് മേലോട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെയാണ് ഭയങ്കര പതുക്കെയാണ് മസാജ് ചെയ്യുന്നത്. ഇപ്പൊ സ്പീഡിൽ ഞാൻ കാണിക്കണതാണ് കേട്ടോ, സ്ക്രബിങ് പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കവിളിന്റെ ഭാഗങ്ങളിൽ നമ്മൾ നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. ആ കവിളിന്റെ ഭാഗങ്ങളിൽ നല്ല രീതിക്ക് മസാജ് കൊടുത്തിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തിട്ട് ഓൾസോ നമ്മൾ എല്ലായിടത്തും അത് ഈവൻലി ആക്കിയിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കവിളിൽ നിന്നാണ്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഏത് സൈഡിനാണെങ്കിലും ജസ്റ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ ജസ്റ്റ് തട്ടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ഓൾസോ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നേരെ താടിയുടെ അവിടേക്കാണ് കേട്ടോ വരണത്. താടിയുടെ നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൽ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, എന്നാലും ചെറിയ രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ആ ജോ ലൈനിന്റെ ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്. ആ ജോ ലൈനിന്റെ ഭാഗത്ത് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഓൾസോ നമ്മൾ മസാജ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാജ് കൊടുക്കുന്നത് കണ്ണിന്റെ അവിടെയാണ്. ഡാർക്ക് സർക്കിൾസ് പോകാൻ, അത് പഫ്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മസാജ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കാണിക്കുന്നില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഗായിപ്പോണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾസോ എല്ലാം കൂടി ഒന്ന് മസാജ് കൊടുത്തിട്ട് വൈപ്പ് ചെയ്ത് മാറ്റുക. വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. കാരണം ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആ ഫേസ് ഭയങ്കര ഒരു ഗ്ലോ ആവുന്നോട്ട് തോന്നും. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്ക് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് കടലമാവാണ്. ഒരു സ്പൂൺ കടലമാവ് എടുക്കുക. അതിലേക്ക് പകുതി തക്കാളിയുടെ ജ്യൂസ് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഹണി ആഡ് ചെയ്യുക. കയ്യിൽ ഹണി കുറച്ചുണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അതിലേക്ക് പാല്
ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുക. ഒരിക്കലും മാസ്ക് നമ്മൾ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരുപാട് തിക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇത് ഒലിച്ചു പോകുമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കൈ കൊണ്ടാണെന്നുണ്ടെങ്കിലും ബ്രഷ് കൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇത് ഓൾസോ നമ്മൾ ഫേസിൽ, നെക്കിലും, നമ്മുടെ ചെവിയുടെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാനായിട്ട് ഒരു 10 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഇതേപോലെ വിടുക. അപ്പൊ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുക, സംസാരവും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുക. എന്നിട്ട് നമ്മളിത് വൈപ്പ് ചെയ്ത് കളയണ്ട. ഇപ്പൊ എന്റെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇരുന്നത്, ഒരു 12 മിനിറ്റ് എന്തോ ഇരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. എന്റെ പൊന്നൊക്കെ ഭയങ്കര അടിപൊളി മാസ്ക് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റും അതുപോലെ ഈ ലാസ്റ്റ് ഈ സ്റ്റേജ് ആയപ്പോൾ മനസ്സിലായില്ല. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് അടിപൊളി മാസ്ക് ആണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഗ്ലോ ആയിരിക്കും നമ്മുടെ ഫേസിൽ. ഒരു രക്ഷയില്ലാത്തൊരു ഗ്ലോ ആണിത്. അതിപ്പം നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലോയും കാര്യങ്ങളൊന്നും നമുക്ക് പോകത്തില്ല. കാരണം നമ്മൾ കൂടുതൽ ഇതിൽ പാലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട്, ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത്. ഭയങ്കര ഗ്ലോ എന്ന് പറഞ്ഞാല് ഭയങ്കര ആയിട്ട് ഇരിക്കുവാണ്. നമ്മുടെ ഫേസ് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇത് ഭയങ്കര കമ്പൽസറി ആണെന്നൊന്നും പറയുന്നില്ല, എന്നാലും നല്ല ബെറ്റർ ആയിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ഏതെങ്കിലും ഒരു ടോണറും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഞാൻ നോർമൽ റോസ് വാട്ടർ ഇല്ല, അതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ഇടണ്ട. അപ്പൊ കണ്ടല്ലോ അല്ലെ, നമ്മുടെ ഈ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡൾനെസ്സും ടാനും ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പാടില്ല. ഇൻ കേസ് ചെറിയൊരു വെയിൽ നമ്മൾ പോകുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.